ഗുഡ് മോർണിംഗ്, വെൽക്കം ടു വി വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കാൻ. ഇത് അമ്മയുടെ മാക്സിയാണ്. ഇനി ഇതിൽ കമന്റ് ഒന്നും പറയരുത് പ്ലീസ്. ഞാൻ ഇന്നലെ രാത്രി ലേറ്റായി വന്നപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ മാക്സിയെ കണ്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് അത് എടുത്തിട്ട് ചേഞ്ച് ചെയ്ത് കിടന്ന് ഉറങ്ങി. അതാ അപ്പം ഞാൻ എൻ്റെ ഡ്രിങ്ക് കുടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ബ്രേക്ക് അല്ലേ, അപ്പൊ ഈ ബ്രേക്ക് സമയത്തൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റും. ബ്രേക്ക് അങ്ങനെ കിട്ടാറില്ല. ഈ ഷെഡ്യൂൾ എന്തോ എനിക്ക് 2 ദിവസം ബ്രേക്ക് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോയേക്കാന്ന് വിചാരിച്ചു. മഴ ഇല്ലെങ്കിൽ, കുടയൊന്നും ഇല്ല, ഇനി മഴ ഇല്ലെങ്കിൽ എങ്ങനെ പോവാനാ. അപ്പം അതാണ് ഇപ്പൊ മഴ. നിങ്ങൾക്ക് മഴ ഇഷ്ടമാണോ? എനിക്ക് മഴ ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. സ്കൂളിൽ പോണ സമയത്തൊക്കെ ഫുള്ള് നനഞ്ഞ് ചെളിയൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോ എനിക്ക് എന്തോ പോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ ഈ സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യമാണ് ഞാൻ ഇപ്പൊ വണ്ടിയിലൊക്കെ പോകുമ്പോ, ഷൂട്ട് സമയത്തൊക്കെ പോകുമ്പോ മഴ പെയ്യുമ്പോ ഇങ്ങനെ എനിക്കെന്തോ ഇഷ്ടപ്പെടാൻ തുടങ്ങി. മഴയത്ത് ഇങ്ങനെ വീട്ടിലിരിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര മഴ ഇഷ്ടമൊന്നുമല്ല. കുറെ അപകടങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അപ്പൊ അത്രയും മഴ ഇഷ്ടമല്ല. കുറച്ച് ലൈറ്റായിട്ടുള്ള മഴ, ചായ ഒക്കെ കുടിച്ച് ആ സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാനിനി ഇപ്പൊ എണീച്ചേ ഉള്ളൂ. ഇനി ഫ്രഷ് ആയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഹലോ, എന്നെ കണ്ട ആരും പേടിക്കരുത്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഷൂട്ടില്ലാത്ത ദിവസം പതുക്കെ എണീക്കുള്ളൂ. അപ്പോൾ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു 11:30 മണി ആയിട്ടുണ്ടാവും. അപ്പം എന്തായാലും ആ സമയത്ത് കിടന്നുറങ്ങി. പിന്നെ ഒരു ദിവസം എപ്പോഴെങ്കിലും ബ്രേക്ക് കിട്ടുള്ളൂ. ബ്രേക്ക് കിട്ടുന്ന സമയം ഞാൻ ഫുള്ള് യൂട്ടിലൈസ് ചെയ്ത് കിടന്നങ്ങോട്ട് ഉറങ്ങും. അപ്പോൾ എന്തായാലും അത് അമ്മയാട്ടോ കുളിച്ചിപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോകണ്ടെന്ന്. അപ്പം ഇപ്പം ഇവിടെ മഴയില്ല. ഞാനുള്ളത് ഈഞ്ചക്കലാണ്. അപ്പോൾ ഇവിടെ മഴ കുറവാണ്. അവിടെ എന്താ സ്ഥിതി എന്നറിയില്ല. ചിലപ്പോൾ ഏത് അമ്പലത്തിലാണ് പോണേ? ആറ്റുകാല്. ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു ഏത് അമ്പലത്തിലാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ആറ്റുകാലിലായിരിക്കും പോകണ്ടാവുക. അപ്പം എന്താ, ഞാൻ രാവിലെ എണീറ്റ് വീഡിയോ എടുത്തായിരുന്നു. പിന്നെ ലഞ്ച് കഴിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി കഴിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാനെന്തോ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് അമ്മയ്ക്ക് ചോറ് വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു. പിന്നെ ഞാൻ നല്ല ഉറങ്ങി, നല്ലോണം കിടന്നുറങ്ങി. ഇവിടെ മഴ ആ സമയത്ത് കുറച്ച് മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ചൂടെടുക്കുന്ന ഒരു ക്ലൈമറ്റ് അല്ല. അപ്പോൾ ഉച്ചയ്ക്ക് നല്ലോണം കിടന്നുറങ്ങിയിട്ട് അമ്മ അപ്പം വിളിച്ചു, സമയമായി പോകണ്ടേന്ന് പറഞ്ഞിട്ട്. മഴയാവുന്നതിന് മുമ്പേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൽ. അപ്പോൾ ഞാൻ എണ്ണ തേക്കാനായിട്ട് കുറേ നേരമായിട്ട് എണ്ണ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ പാരച്ചൂട്ടാണ് തേക്കാറ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ വെളിച്ചെണ്ണ ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പാരച്ചൂട്ടാണ് ക്യാരി ചെയ്യാറ്. തേച്ചിട്ട് ഷാമ്പൂ ഇട്ട് കഴുകൂട്ടോ. ഇത് ആക്ച്വലി എല്ലാ ദിവസവും മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തിട്ട് മുടി ഫുള്ള് പോയി. എൻ്റെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ഒന്നും ആയിരുന്നില്ല. ഞാൻ സ്മൂത്തനിങ് ചെയ്തതാ. നല്ല മുടിയായിരുന്നു, എല്ലാം പോയി. എന്താ ചെയ്യാലേ. അവിടെ മഴയുണ്ടോ? നിങ്ങളൊക്കെ എവിടെയാ കാണുന്ന ആൾക്കാർ? എല്ലാവരും വേറെ വേറെ സ്ഥലത്തായിരിക്കും കേട്ടോ. ഞാൻ ബോംബെയിൽ നല്ല ചൂടാണ്. മഴ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അവിടെ ഫുൾ ചൂടാണ്. പിന്നെ മുടിക്കുള്ള നല്ല നല്ല ടിപ്സ് ആരുടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയാം കേട്ടോ. പക്ഷെ ഞാൻ ഭയങ്കര ഞാൻ ചെയ്യാറില്ല. എനിക്ക് അറിയാം എന്തൊക്കെ ചെയ്താലാണ് ബെനിഫിറ്റ്സ് എന്നൊക്കെ അറിയാം. പക്ഷെ ഞാൻ ഭയങ്കര ഇന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. എനിക്ക് കിട്ടുന്ന സമയമൊക്കെ ഞാൻ കിടന്നുറങ്ങും. ഞാൻ വർക്കൗട്ട് ചെയ്തു കേട്ടോ. പക്ഷെ കിട്ടുന്ന സമയം ഉറങ്ങാൻ മാത്രമല്ല, ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്തു. അതെന്താ ഞാൻ പറഞ്ഞില്ല. ഞാൻ വർക്കൗട്ട് ചെയ്തു. ഒരു 3/4 മണിക്കൂർ ഞാൻ വർക്കൗട്ട്. ഞാൻ രാവിലെ എണീച്ച് വെക്കുന്നു ശ്രമിക്കാറുണ്ട്. ഒരു 10 ഇപ്പം രാവിലെ ഷൂട്ടിന് പോവുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബോഡി മൂവ്മെൻറ്റ് കൊടുക്കണം. വർക്ക് എൻ്റെ വീഡിയോ ഇടയ്ക്ക് കട്ടായിപ്പോയി. വേറെ ഒന്നുമല്ല, സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ തന്നെ ഒരു 10,000 ഫോട്ടോസ് അതിലുണ്ട്. പിന്നെ എങ്ങനെ സ്റ്റോറേജ് ഉണ്ടാവുന്നില്ലേ? ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പക്ഷേ കട്ടായിപ്പോയി. ഞാൻ മടിച്ച് ചെയ്യണമെന്നാണോ പറഞ്ഞത്? അല്ലേ, വർക്കൗട്ടിൻ്റെ കാര്യമാണോ? എന്തോ ആയിക്കോട്ടെ. ഇവിടെ മഴ വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. വരുമോ? എനിക്ക് മഴ പെയ്യുമ്പോൾ പുറത്തു പോകണ ഇഷ്ടമില്ല. വണ്ടിയിലൊക്കെ എനിക്ക് കുഴപ്പമില്ല. അല്ലാണ്ട് എവിടെയെങ്കിലുമൊക്കെ വല്ല നമ്മൾ പുറത്തു പോകാൻ നിൽക്കുക, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മഴയൊക്കെ നനഞ്ഞ് പോകുമ്പോൾ പിന്നെ അതൊരുമാതിരി എന്തോ എനിക്ക് താല്പര്യം. നെഹിഹെ എന്ന് പറഞ്ഞാൽ നെഹിഹെ. അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളാരും ഒന്നും പറയരുത് കേട്ടോ. കുളിക്കണം ഇപ്പോൾ.
ഇത് ഞാൻ മുഖത്ത് തേക്കണ എണ്ണയാണ്. മുഖത്തും മെയിലൊക്കെ തേക്കാം. എന്തായാലും എണ്ണ തേച്ച് കൊടുത്തില്ല, അപ്പോൾ ഒന്ന് മസാജും ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഈ മുടി ഈ എണ്ണ കണ്ടോ ഒരു മഞ്ഞ കളറിലായിരിക്കും. ഞാനിത് ഡബ് കുപ്പിയിലാക്കി കൊണ്ടുവന്നതാ. ഇതെന്താന്ന് ചോദിച്ചാ എനിക്കറിയില്ല, അച്ഛനുണ്ടാക്കി തന്നതാ. എന്തായാലും എണ്ണ വെച്ചല്ലേ, അപ്പം മസാജ് ചെയ്തേക്കാം. ഇപ്പൊ നിങ്ങളൊക്കെ ചായ ഒക്കെ കുടിച്ചിരിക്കായിരിക്കുമല്ലേ ഈ സമയത്ത്? സമയം എത്രയായിരുന്നു? 4:30 ആയാ? ഷൂട്ടില്ലാത്ത സമയത്ത് എണ്ണയൊക്കെ തേക്കാൻ പറ്റും. അല്ലെങ്കിൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഷാമ്പു കൊടുത്താൽ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ മുടി ഇങ്ങനെ ഒട്ടിയിരിക്കും. ഒന്നാമത് കഴിഞ്ഞ ഷെഡ്യൂളൊക്കെ ഇവിടെ ഭയങ്കര ചൂടായതൊട്ട് വേണ്ടത്. ഇപ്പം പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചൂടുമില്ല, അങ്ങനെ തണുപ്പും അല്ലാത്തൊരു ക്ലൈമറ്റ്, നല്ലൊരു ക്ലൈമറ്റ്, രസമുണ്ട്. മഴ പെയ്യാത്ത സമയത്ത് ഒരു തണുപ്പുണ്ട് കേട്ടോ അവിടെ, ചൂടങ്ങനെ ഇല്ല. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെയും കൂടി ഔട്ട്ഡോർ ഷൂട്ടിന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ചൂടായിരിക്കുമെന്ന്. ഒരു 3-3:30 പോയത്, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ എണ്ണയൊക്കെ കുറച്ച് നേരം ഒന്ന് പിടിക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ പോകാൻ എന്താ ഇടണ്ടേന്ന് ആലോചിച്ചിരിക്കുക. ഞാൻ ആദ്യം വിചാരിച്ചു സാരി ഉടുക്കാമെന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട, ഈ മഴയത്ത് സാരിയും കൂടി ഉടുത്ത് ഫുള്ള് ചെളിയാക്കേണ്ട ആവശ്യമില്ലല്ലോ, പറ്റുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചു. എനിക്ക് ചായ കുടിക്കണമെന്നുണ്ട്, സമയമില്ല, ഒന്നിനും സമയമില്ല. ലേറ്റായി. ഞാൻ 5:30 പോവാന്ന് വിചാരിച്ചിട്ടാണ്. ഈ റൗണ്ട് ഞാൻ 5 മണിക്കെന്ന് പറഞ്ഞു. 5 മണിന്ന് പറഞ്ഞാൽ 5:30 ആവുമല്ലോ. നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, പറഞ്ഞ സമയത്തിന് എവിടെയും പോകാറില്ലല്ലോ. അങ്ങനെയല്ല കേട്ടോ. ഞാൻ വേറെ പുറത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് സമയത്തിനോടെ എത്തും, എല്ലാവരേക്കാളും മുന്നേ ഫസ്റ്റ് ഞാനിരിക്കും. അപ്പം ശരി, ഞാൻ കുളിച്ചിട്ട് വരട്ടെ. എണ്ണയൊക്കെ ഒന്ന് സെറ്റായിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം. ഹലോ. അങ്ങനെ ഞാൻ കുളിച്ച്, ഞാൻ ലൈനറും ലൈറ്റായിട്ട് ലിപ്സ്റ്റിക് കൂട്ടിട്ടുണ്ട് കേട്ടോ. വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അമ്പലത്തിൽ പോവല്ലേ, ആഡംബരമായിട്ടൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ഷൂട്ടിൽ ഫുൾ ടൈം മേക്കപ്പ് ഇട്ടിട്ട് കുരു എനിക്ക് തോന്നും ഞാൻ മാങ്ങയൊക്കെ കൂടുതൽ കഴിച്ചു. മേക്കപ്പിൻ്റെ മാത്രമല്ല, മാങ്ങ നല്ലോണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ കുരുവൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ അമ്പലത്തിൽ പോയിട്ട് കാണാം. ടാറ്റ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ, നന്നായി. മഴ പെയ്തിരുന്നെങ്കിൽ പണിയായേനെ. കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും അമ്മയും മാത്രമല്ല, മഞ്ഞ കുർത്തിട്ടതാണ് എൻ്റെ അമ്മ. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടിയുണ്ട്, ബിൻസ് ചേച്ചി. നിങ്ങൾക്ക് ഗൗരീശകരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിയേ, മനസ്സിലാവുന്നുണ്ടോ? പുള്ളിക്കാരി ഇതിൽ ലുക്കൊക്കെ ചേഞ്ച് ആക്കിയിട്ട് സുന്ദരിയായിട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അമ്പലത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോഴേക്കും ഞാൻ പാട്ട് കേൾക്കുന്നു. ഞാൻ ചോദിച്ചത് എവിടുന്ന ഈ പാട്ട് നോക്കുമ്പോൾ എന്താ കുഞ്ഞി പിള്ളേരൊന്ന് ഡാൻസ് കളിക്കായിരുന്നു. അവിടെ ഞാൻ കാണിച്ചു തരാമ്പ നോക്ക് നിങ്ങൾ, എന്ത് രസം. പുറത്തിറങ്ങിയ സമയത്ത് ഈ സൈഡിൽ കണ്ടോ ഈ വിളക്ക്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ആദ്യം മനസ്സിലായില്ല. സാധാരണ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ കണ്ടത് കുറേ ചേച്ചിമാർ ഇങ്ങനെ കത്തിക്കുന്നത്. ഇത് നാരങ്ങ വിളക്ക് കത്തിക്കുന്നതാണ് കേട്ടോ. അപ്പം അമ്മയോട് പറഞ്ഞാൽ മീൻ കത്തിച്ചൊക്കെ നല്ലതാണ്. എനിക്ക് വൈകുന്നേരമൊക്കെ അമ്പലത്തിൽ വരുമ്പോൾ ഭയങ്കര ഒരു സമാധാനം. നമുക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ വന്നാൽ പകുതി മാറും. എന്ന് വെച്ചാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ, അപ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയും കിട്ടും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ വരാൻ. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ചുമ്മാ കുറച്ച് നേരം അമ്പലത്തിലൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.